നമസ്കാരം. ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ വിഷയം 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. അത് കാർത്തിക നക്ഷത്രത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാർത്തിക നക്ഷത്രക്കാർ മേടക്കൂറിലും വരും, എടവക്കൂറിലും വരും. കാർത്തിക കാൽഭാഗം മേടക്കൂറിലും കാർത്തിക മുക്കാൽ ഭാഗം എടവക്കൂറിലാണ് വരുന്നത്. അപ്പം മേടക്കൂറിൽ വേഴം 3-ലാണ് നിൽക്കുന്നത്. മേടക്കൂറുകാർക്ക് വേഴം 3-ലാണ് ഇപ്പം ഈ പുതുവർഷത്തിൽ നിൽക്കുന്നത്. അത് ഗുണമല്ല. 3 സഹോദരഭാവമാണ്. 3 സഹോദരഭാവമാണ്. അപ്പൊ സഹോദരഭാവത്ത് വേഴം നിൽക്കുന്നത് അത്ര ഗുണകരമല്ല. എടവക്കൂറുകാർക്ക് വേഴൻ 2-ലാണ് നിൽക്കുന്നത്. 2 ഗുണമാണ്, ധനസ്ഥാനമാണ്. അപ്പൊ ഈ വേഴം ആരാണ്? ധനകാരകനാണ്. ധനകാരകനായ വേഴം 2 ധനസ്ഥാനത്ത് നിൽക്കുന്നത് ഈ കാർത്തിക എടവക്കൂറുകാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണ്. ഇവർക്ക് പല കാര്യങ്ങളും നടക്കും. ഇവർ വിചാരിച്ച പല കാര്യങ്ങളും എടവക്കൂറുകാർക്ക് നടക്കാവുന്നതാണ്. എന്നാൽ മേടക്കൂറുകാർക്ക് അത്രയും കിട്ടില്ല. കാരണം അവർക്ക് മേടക്കൂറുകാർക്ക് വേഴം 3-ലല്ലേ. ഇവർക്ക് എടവക്കൂറുകാർക്ക് 2-ലുമാണ്, ധനസ്ഥാനത്തുമാണ്. അപ്പൊ അതിൻ്റെ പേരിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ വേഴം ഇവർക്ക് 2 പേർക്കും സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ നേടാൻ സാധിച്ചും എന്ന് വരാം. പിന്നെ അതുപോലെ തന്നെ മേടക്കൂറ് ശനി 12-ലാണ് വരുന്നത്. മേടക്കൂറുകാർക്ക് ശനി 12-ൽ വരും, എടവക്കൂറുകാർക്ക് ശനി 11-ലും വരും. ഈ മേടക്കൂറുകാർക്ക് 7.5 ശനി സമയമാണ്. അവർ വിചാരിക്കുന്ന പല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. ഈ 7.5 ശനി 7.5 കൊല്ലമാണ്. അപ്പൊ മേടക്കൂറുകാർക്ക് 7.5 ശനിയാണ്. അപ്പൊ 7.5 ശനി വളരെയധികം ദോഷാനുഭവങ്ങൾ ഈ മേടക്കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. അവർ വിചാരിച്ച പല കാര്യങ്ങൾക്കും തടസ്സം ഉണ്ടാകാം. ജോലി സംബന്ധമായ തടസ്സം ഉണ്ടാകാം. പല പ്രശ്നങ്ങൾ, തർക്ക വിഷയങ്ങൾ, ഇതെല്ലാം അവരുടെ മേൽ വരാം. അവർ ചെയ്യാത്ത കുറ്റം അനുഭവത്തിലും വരാം. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ കിട്ടിയെന്നും വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ദോഷാനുഭവമാണ് 7.5 ശനിയിൽ ഈ മേടക്കൂറുകാരായ കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്നാൽ എടവക്കൂറുകാർക്ക് ശനി 11-ലാണ് നിൽക്കുന്നത്. 11 എന്ന് പറഞ്ഞ ഗുണകരമാണ്. അത് ശുഭസ്ഥാനമാണ്. ശുഭസ്ഥാനത്ത് ശനി 11-ൽ നിൽക്കുന്ന ശനി ഗുണം ചെയ്യും. കാരണം 3, 6, 11 ഈ ഭാവങ്ങളിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഗുണം ചെയ്യുമെന്നാണ് നമ്മുടെ ജ്യോതിഷ സംബന്ധമായ ആചാര്യന്മാർ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് 7.5 ശനിക്കാർക്ക്, മേടക്കൂറുകാർക്ക് 7.5 ശനി ദോഷമാണെങ്കിൽ എടവക്കൂറുകാർക്ക് ഈ സമയം ശനി 11-ൽ ഗുണം ചെയ്യും. അതേപോലെ തന്നെ രാഹു മേടക്കൂറുകാർക്ക് 11-ൽ ഗുണം ചെയ്യും. രാഹു മേടക്കൂറുകാർക്ക് 11-ലാണ് നിൽക്കുന്നത്. അപ്പൊ 11-ൽ നിൽക്കുന്ന രാഹു ഗുണം ചെയ്യും. എന്നാൽ ഇടവക്കൂറുകാർക്ക് രാഹു 10-ലാണ് നിൽക്കുന്നത്. 10 എന്ന് പറഞ്ഞ കർമ്മസ്ഥാനവും. അപ്പൊ 11 എന്ന് പറഞ്ഞ ശുഭസ്ഥാനമാണ്. ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം നമ്മൾക്ക് നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം നമുക്ക് നല്ല കാര്യങ്ങൾ തരും. അതേപോലെ തന്നെ അശുഭസ്ഥാനം 10 എന്ന് പറഞ്ഞ കർമ്മസ്ഥാനമാണ്. അശുഭസ്ഥാനം എന്ന് പറയുമ്പോൾ രാഹു 10-ൽ നിൽക്കുന്നത് അശുഭസ്ഥാനത്താണ്. കാരണം 10 കർമ്മമല്ലേ, കർമ്മത്തിൽ രാഹു നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ ജോലി സംബന്ധമായോ കർമ്മ സംബന്ധമായോ പ്രവൃത്തി സംബന്ധമായോ എല്ലാ കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലായി കാണാവുന്നതാണ്. അതുകൂടാതെ കേതു മേടക്കൂറുകാർക്ക് 5-ലും എടവക്കൂറുകാർക്ക് 4-ലുമാണ് നിൽക്കുന്നത്. ഇത് 4. അപ്പം മേടക്കൂറിൽ കേതു 5-ൽ നിൽക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പരീക്ഷകളിൽ വിജയവും അതുപോലെ തന്നെ വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇടവക്കൂറുകാർക്ക്
ഇടവക്കൂറായ കാർത്തികക്കാർക്ക് 4-ൽ കേതു 4-ലാണ് വരുന്നത്. അപ്പോൾ അത് ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ അതുപോലെ തന്നെ 4 മാതൃസ്ഥാനമാണ്. മാതാവിന് ദോഷം ഉണ്ടാകാം. അതേപോലെ തന്നെ മറ്റ് ക്ഷേത്രകാര്യങ്ങളിലെല്ലാം ഇവർക്ക് താല്പര്യക്കുറവുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേതു 4-ൽ നിന്നാൽ ഉണ്ടാവുന്നതാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഈ 1201 ആണ്ട് മലയാള പുതുവർഷ ഫലം. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.